ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുമ്പേ സീരിയലിൽ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഔദിക്കുട്ടി അച്ചായൻ വരുന്നുണ്ട്. സ്റ്റാൻലി എടുത്ത് പറയുന്നുണ്ട്, മോനെ നിൻ്റെ കുടുംബം ഭാര്യ മക്കളൊക്കെ ഇത് അറിഞ്ഞാൽ അവരിത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവർക്കിത് സഹിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛാ നോക്ക്, അനാഥയെ പോലെ കഴിഞ്ഞവളാ എൻ്റെ മകൾ അലിയന. ഇനിയെങ്കിലും അവൾക്ക് സ്വന്തം അച്ഛൻ്റെ സ്നേഹം കിട്ടണ്ടേ അച്ഛാ എന്ന് പറയാണ്. അതുകൊണ്ടാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് ഇവിടെ തന്നെ കൊണ്ട് നിർത്തിയത്. അവളൊരു പാവാണ് അച്ഛാ. പാവാണോ ഭദ്രകാളിയാണെന്നൊക്കെ ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. ഞാനിതുവരെ കണ്ടില്ലല്ലോ അവളെ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പാപ്പൻ, ഞാൻ അപ്പാപ്പൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പാപ്പനാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ അലീനയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അലീനയെ കാണുമ്പോൾ തന്നെ ആകെ ഷോക്കായിട്ട് നിൽക്കാട്ടോ. അലീനയെ കാണുമ്പോൾ തൻ്റെ പഴയ കാലം ഓർമ്മ വരുവാണ്. കാരണം തൻ്റെ ഭാര്യ ചിന്നമ്മ എന്നുള്ളത് നമ്മുടെ സ്റ്റാൻലി വിളിക്കുന്ന പേരാണ് കേട്ടോ. സ്റ്റാൻലി കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മേനെ ചിന്നമ്മ എന്ന് വിളിച്ചിട്ട് ആ പേര് ചിന്നമ്മ തന്നെ ആയിപ്പോയതാ. അതായത് തൻ്റെ ഭാര്യ ഒരു 16-17 വയസ്സ് കാലഘട്ടങ്ങളിലാണ് ഔദിക്കുട്ടി അച്ഛൻ തൻ്റെ ഭാര്യനെ ആദ്യമായിട്ട് കാണുന്നതും അവളെ സ്നേഹിക്കുന്നതും വിവാഹം കഴിക്കുന്നതും. ആ സമയത്ത് അവളുടെ രൂപം എന്തായിരുന്നു അതേ രൂപം തന്നെയാണ് അലീനക്ക്. അതേ ഹെയർ സ്റ്റൈല്, അതേ നോട്ടം, അതേ പുഞ്ചിരി, അതേ മൂക്ക്, അതേ മുടി, എല്ലാം അങ്ങനെ തന്നെ. അങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അലീന. ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും എന്നെ മനസ്സിലായില്ലേ, ഞാൻ സ്റ്റാൻലിയുടെ അപ്പനാണ്, അതായത് വല്യപ്പച്ചൻ എന്ന് പറയാണ്. ആ വല്യപ്പച്ചൻ എന്ന് പറയുമ്പോഴേക്കും ലാലിച്ചൻ്റെ അച്ഛൻ, സ്വന്തം അച്ഛൻ ലാലിച്ചൻ. ഞാൻ സ്റ്റാൻലിനെ ലാലിച്ചൻ എന്നാണ് വിളിക്കണത് എന്ന് പറയാണ്. ഓ, വല്യപ്പച്ചൻ എന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കാൻ വേണ്ടി വന്നതല്ലേ? പിന്നെന്താ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത്? എന്നെ അടിച്ചു പുറത്താക്കൂടെ? ശരിയാ നീ പറഞ്ഞത്. നിന്നെ കണ്ട് അടിച്ചു പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് എൻ്റെ ചിന്നമ്മേനെ ഓർമ്മ വരുക. ചിന്നമ്മയോ? അതാരാ? അതെൻ്റെ ഭാര്യ, അതായത് സ്റ്റാൻലിയുടെ അമ്മ. നിന്റെ അതേ രൂപം തന്നെയാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അലീനക്ക് ചിരി വരുന്നുണ്ട്. കണ്ടില്ലേ, ഈ ചിരി പോലും ചിന്നമ്മയുടെ ചിരിയാണ് എന്ന് പറയാണ്. വല്യപ്പച്ചൻ വന്നിട്ട് എന്തിനും കുടിച്ചായിരുന്നോ? ചായയോ കാപ്പിയോ എന്തിനും എടുക്കട്ടെ? ഒന്നും വേണ്ട, കുടിക്കാനുള്ളതൊക്കെ ലാലിച്ചൻ തന്നു എന്ന് പറയാണ്. മനസ്സിലായി എന്താണെന്ന്. അത് പിന്നെ മോളെ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അലീന ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കാട്ടോ. കണ്ടോ ഞാൻ വെള്ളം അടിച്ചിരുമ്പോൾ എൻ്റെ ചിന്നമ്മ എന്നെ ഇതുപോലെയാണ് നോക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാ നീ എന്നെ നോക്കുന്നത്. അപ്പൊ അലീന പറയുന്നുണ്ട്, എന്തായാലും കൊള്ളാം. ഇങ്ങനെ കുടിക്കണത് അത്ര നല്ലതല്ല കേട്ടോ. വല്യപ്പച്ചൻ്റെ പുഞ്ഞാര മകനും ഭയങ്കര കുടിയാണ്. അല്ല, അവനെ നീ എങ്ങനെ മെരുക്കിയെടുത്തു മോളെ? അവനെ കടുവ എന്ന് പറയാണ്. അത് ശരിയാ, എന്നോട് പോലും മയത്തിൽ സംസാരിക്കാറൊന്നുമില്ല. അയ്യോ, ഇതുപോലെ ഒന്നും അല്ലായിരുന്നു അവൻ. മുമ്പ് അവനെ കാണണമായിരുന്നു. ഒരാൾ സംസാരിക്കാൻ അടുത്തു പോലും വരില്ല, അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പോഴും അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പൊ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് മോനെ. പിന്നെ അത് മാത്രല്ല, അവൻ എന്നോട് മാത്രമേ കുറച്ച് അയവായിട്ട് സംസാരിക്കുള്ളൂ. ബാക്കി എല്ലായിടത്തും ഒരു പട്ടാളച്ചിട്ട തന്നെയാണ്. എന്നോട് അങ്ങനെ തന്നെയാണ് എന്ന് അലീന പറയാട്ടോ. നീ എന്തായാലും ആള് കൊള്ളാം കേട്ടോ എന്ന് പറയാണ്. അല്ല, വല്യപ്പച്ചൻ എന്നെ ചായയോ കാപ്പിയോ എന്തിനെടുക്കട്ടെ? നിന്റെ ഒരു കാര്യം, എന്നാ ശരി, ചായയോ കാപ്പി എന്തിനെടുത്തോ എന്ന് ഞാൻ പൗലോസേട്ടനോട് പറയാം. പൗലോസേട്ടനോടോ? അതെന്താണ് മോളെ, നിനക്ക് ചായയും കാപ്പിയും ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? ഇത്രയും പ്രായമായിട്ടും നിനക്കൊരു ചായ തിളപ്പിക്കാൻ പോലും അറിയില്ലേ? അയ്യോ, അതുകൊണ്ടല്ല വല്യപ്പച്ച, ഞാൻ ചായയോ കാപ്പിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസേട്ടനായിരിക്കും വഴക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് എന്നെ അടുക്കളയിൽ പോലും കേട്ടില്ല. അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നിന്റെ കൈ കൊണ്ട് ഒരു ചായ എനിക്ക് കുടിക്കണം എന്ന് പറയാണ്. അങ്ങനെ അലീന അടുക്കളയിലേക്ക് പോയി ചായ ഇടാൻ പോകുമ്പോഴേക്കും പൗലോസേട്ടൻ അവിടേക്ക് വരികയാണ്. അയ്യോ എൻ്റെ പൊന്നു കൊച്ചേ, നീ ചായ ഒന്നും ഇടല്ലേ, നീ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്കായിരിക്കും വഴക്ക് കിട്ടുന്നത്. അത് കേട്ട് ഔദിക്കുട്ടച്ചൻ പറയുന്നുണ്ട്, എടാ ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ കൊച്ചുമകൾ അടുക്കളയിലേക്ക് കയറിയത്. അവൾ ചായ ഇട്ടോണ്ട് നിന്റെ സാറ് നിന്നെ ഒന്നും പറയാൻ വേണ്ടി പോകുന്നില്ല. മോള് ചായ ഇട്ടോ എന്ന് പറയാണ്. അങ്ങനെ അലീന ചായ ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ 3 ഗ്ലാസ്സിലായിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. 1 ഗ്ലാസ് ചായ നമ്മുടെ വല്യപ്പച്ചനും, 1 ഗ്ലാസ് അലീനക്കും, പിന്നെ 1 പൗലോസേട്ടനും. അങ്ങനെ ചായ കൊടുക്കുമ്പോഴേക്കും അലീന ചോദിക്കണ്ടേ, അതെ വല്യപ്പച്ച, ഈ ചായ കൊടുക്കുമ്പോഴേ അകത്ത് കിടക്കുന്ന മദ്യമായിട്ട് പിരിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ ആള് കൊള്ളാലോ. ചിന്നമ്മ ചോദിക്കുന്ന അതേ ചോദ്യം. അതെ, ചിന്നമ്മ, ഞാൻ വെള്ളം അടിച്ചു വരുമ്പോഴേ ചിന്നമ്മേൻ്റെ അടുത്ത് പോയി ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിക്കും. ഞാൻ പറയും ചിന്നമ്മക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോളാം. അപ്പം ചിന്നമ്മ ചായ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ചോദ്യം എന്നോട് ചോദിക്കുമായിരുന്നു. ഇങ്ങനെ പിരിയണമെങ്കിൽ എപ്പോഴേ പിരിയണമായിരുന്നു. അന്നൊക്കെ ചിന്നമ്മ ഉണ്ടാക്കി എത്രയോ ചായ മദ്യത്തിൻ്റെ കൂടെ ഞാൻ കുടിക്കുമായിരുന്നു അറിയാമോ. അങ്ങനെ ഇത് പിരിഞ്ഞു പോകുന്നതെല്ലാം മോളെ ഈ സ്ട്രോങ് ബോഡിയാണ് എൻ്റെ എന്ന് പറയണം. ആയിക്കോട്ടെ ചായ കുടിക്കുക എന്ന് പറയാണ്. അത് കുടിക്കണ നമ്മുടെ ഔദിക്കുട്ടച്ചൻ പറയണ്ട, എന്താ ടേസ്റ്റ്,
കറക്റ്റ് കടുപ്പം, കറക്റ്റ് മധുരം, കറക്റ്റ് ചായ. എടാ പൗലോസേ, നീ ഇത് ഉണ്ടാക്കണത് എങ്ങനെ നോക്കി പഠിക്കടാ. ഇവൻ ഉണ്ടാക്കും ഒരു ചായ, വാട്ട ചായ. ഞാൻ ഇവിടെ നിന്ന് ചായയെ കുടിക്കാറില്ല. എടാ ഇതിന്റെ കൂട്ടൊക്കെ എങ്ങനെയാണെന്ന് അലീനയോട് ചോദിച്ച് പഠിക്കടാ. ഇത് കണ്ടോ, ഇതാണ് ചായ, ഇങ്ങനെയായിരിക്കണം ചായ. ചിന്നമ്മയുടെ അതേ കൈപ്പുണ്യം മോൾക്കാണ് കിട്ടിയിരിക്കുന്നത്. കേട്ടിട്ട് അലീനക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. ശേഷം സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ അലീനെ അന്വേഷിക്കാൻ നടക്കുമ്പോഴേക്കും പൗലോസ് ചേട്ടൻ പറയണ്ട്, അതെ സാറേ, അതെ അലീനയാണ് അന്വേഷിക്കണത്. അലീന അവതക്കുട്ടച്ഛനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല സാറേ, സാറിൻ്റെ അച്ഛൻ ഇന്ന് തന്നെ പോകുമോ നാട്ടിലേക്ക്? ആര്? അച്ഛനോ? അച്ഛൻ ഇനി പോയി തന്നെ. കൊച്ചുമാളെ കിട്ടിയ സന്തോഷത്തിലാണ്. അച്ഛനിനി ഇന്നും പോവില്ല, നാളെയും പോവില്ല, മറ്റന്നാളെയും പോവില്ല. അച്ഛൻ ഇനിയിപ്പോൾ ഇവിടെ തന്നെ നിൽക്കാനായിരിക്കും ചാൻസ് എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ അവതക്കുട്ടിയുടെയും അതുപോലെ തന്നെ ചിന്നമ്മ എന്നാണ് കേട്ടോ നമ്മുടെ അലീനെ വിളിക്കണത്. അലീന എന്നൊന്നും വിളിക്കില്ല, ചിന്നമ്മ എന്നേ വിളിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ചിന്നമ്മയുടെയും സ്നേഹ നിമിഷങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. നാളത്തെ എപ്പിസോഡിൽ അതൊക്കെ കാണുമ്പോഴും നമ്മുടെ അലീനെ കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹം ബാലചന്ദ്രനോട് പറയാണ് ബബിതയും കൃഷ്ണജയും കൂടി. അച്ഛാ, ഞങ്ങളെയും കൂടി ഒന്ന് കൊണ്ടുവച്ചാ, അലീനേച്ചിനെ കാണാൻ കൊതിയച്ചാ, അവർ എവിടെ വെച്ചാൽ കൊണ്ടുപോയാക്കിയേക്കണത്, ഞങ്ങൾക്കും കൂടി ഒന്ന് കാണണോ വെച്ചാ എന്നൊക്കെ പറയാണ്. ബാലചന്ദ്രൻ പറഞ്ഞു, മക്കളെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം, പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി സമയം തരണം. ഇപ്പം നിങ്ങൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ അലീനക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം. അവൾ ആ വീടൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്നൊക്കെ പറയട്ടെ. ബാലചന്ദ്രൻ അവർ അടക്കി നിർത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ ബബിത കൃഷ്ണ ചേർത്ത് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ അലീന ചേച്ചിനെ കാണാതിരിക്കാനൊന്നും പറ്റില്ല കൃഷ്ണേ. നമുക്ക് ഒന്ന് അലീന ചേച്ചിനെ അന്വേഷിച്ച് പോയാലോ? അതിന് അലീന ചേച്ചി എവിടെയും നമുക്ക് അറിയില്ലല്ലോ. ആരും പറഞ്ഞു അറിയില്ലെന്ന് ഞാൻ നൈസായിട്ടേ അതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഉണ്ടെന്നേ. അച്ഛൻ അന്ന് നിന്നിരുന്ന ഹോട്ടലും അച്ഛൻ അന്ന് GPS ഹോട്ട്സ്പോട്ട് ഓണാക്കിയപ്പോഴേക്ക് എവിടേക്കാണ് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് അലീന ചേച്ചിനെ വിളിക്കാം. അപ്പോൾ അലീന ചേച്ചി എന്തായാലും പുറത്തു വരാതിരിക്കില്ലല്ലോ. നമുക്ക് അലീന ചേച്ചിനെ കാണാൻ പോകാം. പിന്നെ അലീന ചേച്ചി നിൽക്കുന്നത് നല്ല സ്ഥലമാണോ, അവിടുത്തെ ചുറ്റുപാടൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കി അറിയാലോ. അലീന ചേച്ചി എന്തായാലും ഇവിടുത്തെ നരകത്തെ പോലത്തെ ഒരു വൃത്തികെട്ട സ്ഥലത്തൊന്നും അല്ലായിരിക്കും നിൽക്കുന്നത്, നല്ല സ്ഥലത്ത് തന്നെയായിരിക്കും, അത് ഉറപ്പാണ്. അച്ഛൻ അത്ര പ്രൊട്ടക്ഷനും അത്ര ഗ്യാരണ്ടി ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ അച്ഛൻ കൊണ്ടേ നിർത്തുള്ളൂ. അതൊക്കെ ശരിയാ, പക്ഷെ നമ്മുടെ ചേച്ചിയല്ലയോ, നമുക്കറിയണ്ടേ അല്ലെ ചേച്ചി എങ്ങനെയാണ് നിൽക്കണേന്ന്. നമുക്കൊരു ദിവസം അവിടേക്ക് പോവാം. അപ്പം അച്ഛനോട് എന്ത് പറയും? നമ്മൾ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് പോകാം, എന്നിട്ട് വൈകിട്ട് താമസിച്ച് വന്നാലും കുഴപ്പമൊന്നുമില്ല, നീ ട്യൂഷൻ ക്ലാസ്സിൽ പോയെന്ന് പറഞ്ഞാൽ മതി. ശരി, കള്ളം പറയുവാണ്, നമ്മുടെ ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ടല്ലേ. അല്ല രോഹിതേട്ടന് പറയണ്ടേ? അയ്യോ വേണ്ട, രോഹിതേട്ടൻ എന്തായാലും അത് അച്ഛനോട് പറയും, ഉറപ്പാണ്, നമ്മളെ വിടത്തൂല, നമുക്ക് പോയി കാണാം എന്ന് പറയാണ്. നമ്മൾ അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ബബിതയും കൂടി അലീനയെ കാണാൻ വേണ്ടി പോകുന്ന പോക്കുണ്ട് കേട്ടോ. അതായത് താൻ പ്രണയിച്ച പെൺകുട്ടി, അതായത് വൈജയന്തി, സ്റ്റാൻലി ജോസഫ് പ്രണയിച്ച ആ പെൺകുട്ടിയുടെ 2 മക്കള്, അതായത് തൻ്റെ പഴയ കാമുകിയുടെ മക്കളെന്ന് പറയുമ്പോൾ താനും മക്കളെ പോലെ കാണുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ സ്റ്റാൻലിയുടെ. അപ്പം നമ്മുടെ ബബിതേനെയും കൃഷ്ണമോളെയും കാണുമ്പോൾ സ്റ്റാൻലി സ്വന്തം മക്കളെ പോലെ തന്നെയാണ് അവരെയും കാണുന്നത് കേട്ടോ. പക്ഷേ ഇവർക്ക് അറിയില്ലല്ലോ തൻ്റെ അമ്മയുടെ പൂർവ്വ കാമുകനാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ കുറേ നല്ല നിമിഷങ്ങളും ഇനി വരാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നാളെ ഇത് നാളെ നടക്കുന്ന കാര്യമല്ല, നാളെ നടക്കുന്ന തന്നെ ആദ്യം പറഞ്ഞ കാര്യം മാത്രമാണ്. അത് നോവലിലെ കാര്യമാണ്. 100% നാളെ മറ്റന്നാളെ വരാൻ പോണ ഭാഗം കേട്ടോ. ഇനി അങ്ങോട്ട് അടിപൊളി ഭാഗമാണ്. ഇത്രയും നാളെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ നേരെ ഡബിൾ ആയിട്ടാണ് അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ്സ് ഇനി വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് ചോദിച്ചാലും അലീനയുടെ ഈ സ്റ്റാൻലി ജോസഫിൻ്റെ മക്കൾക്ക് എത്ര പ്രായം ഉണ്ടെന്ന്. സ്റ്റാൻലി ജോസഫിൻ്റെ മകനുള്ളത് ചെറിയ കൊച്ചാണ്. അതിന് എനിക്ക് തോന്നുന്നു അത് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചാണ്. മറ്റേ 2 പേര് +2നോ അതുപോലെ തന്നെ 10 പഠിക്കുന്ന ചെറിയ പിള്ളേർ. സ്റ്റാൻലിക്ക് വൈജയന്തിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞിട്ട് സ്റ്റാൻലി കല്യാണം കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പിള്ളേരായില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.